സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 18 തിങ്കളാഴ്ചയാണ്. കാര്യം നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ എൻക്വയറി ചെയ്യുന്ന പല ആൾക്കാരും പറഞ്ഞ കാര്യം, സാറേ ഞങ്ങൾ ഓൾറെഡി PG എൻട്രൻസിന് പഠിക്കുന്നവരാണ്, ഞങ്ങൾ ഒരുപാട് വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്നവരാണ്, ആ പഠിത്തം മതിയാകുമോ ഇതിന്? ആ പഠിത്തം 100% ഉപകാരപ്പെടും. പക്ഷേ കേരള PSC പരീക്ഷയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. കേരള PSC ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യത്യാസമുണ്ട്. പഴയ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫാക്ടറി ഡിസ്കസ് ചെയ്ത് മനസ്സിലായ കാര്യം, കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറ്റമാണ്. അപ്പൊ അത് ഫോളോ ചെയ്ത് പോകണം. കൃത്യമായിട്ട് സിലബസ് അനലൈസ് പഠിക്കണം, എക്സാം എഴുതണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. അതെന്തു സംഗതി? ഓരോ ആഴ്ചയിലും പഠിക്കാൻ വേണ്ടി ടോപ്പിക് തരും. 18-ാം തീയതി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ ആ ആഴ്ചയിൽ എന്താണോ പഠിക്കേണ്ടത് ആ ടോപ്പിക്ക് തരും. ഓക്കെ, ജനറൽ മെഡിസിൻ ആണ് ജനറൽ മെഡിസിൻ, ENT ആണ് ENT, ഗൈനക് ആണ് ഗൈനക്, ഏത് ടോപ്പിക് അത് പറയും, എത്ര വീഡിയോസ് കാണുമെന്ന് പറയും. കൃത്യമായിട്ട് ക്ലാസ് കാണും, പഠിക്കുക. ഇതിൻ്റെ ഞായറാഴ്ച 9 മണിക്ക് എക്സാം എടുക്കുക. നമ്മളെല്ലാ എക്സാമും ഞായറാഴ്ച 9 മണിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ച ഇത്ര ടോപ്പിക്ക് പഠിക്കാൻ തരുന്നു, അത് പഠിക്കുക. അന്ന് 9 മണിക്ക് ഞായറാഴ്ച 9 എക്സാം എഴുതുക. അങ്ങനെ ഒന്ന് പഠിച്ചു പോയാൽ 6 മാസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും അടുത്ത വർഷം എക്സാം കാണത്തുള്ളൂ, അടുത്ത വർഷം എക്സാം ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി പഠിക്കുക. നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 18 തിങ്കളാഴ്ചയാണ്. അതിന് മുന്നോടിയായിട്ട് വെബിനാർ ഉണ്ടായിരിക്കും. ആ വെബിനാറിൽ നമ്മൾ എങ്ങനെയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അത് പറഞ്ഞു തരും. എങ്ങനെയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അത് നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയുന്നതായിരിക്കും. 100% സക്സസ്ഫുൾ ആയിട്ട് ഈ കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. എല്ലാ ഡോക്ടർമാർക്കും കൃത്യമായിട്ട് ഉയർന്ന റാങ്ക് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കും. അപ്പോൾ ചെറിയൊരു ഫീസ് അടയ്ക്കുക, മാസ്റ്റർക്കൊക്കെ ജോയിൻ ചെയ്യുക, പഠിക്കുക. താങ്ക്